ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഞങ്ങളിന്ന് വന്നിട്ടുള്ള വീഡിയോ എന്താ അറിയോ, കുറച്ച് ദിവസം മുന്നേ ഞങ്ങളോട് ഒരാൾ ചോദിക്കുകയാണേ, നിങ്ങൾക്ക് യൂട്യൂബിൽ കൂടെ ഒരുപാട് പൈസ കിട്ടുന്നുണ്ടല്ലേ? അപ്പോൾ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ കാണാം. ഞാനും എൻ്റെ 2 പെൺമക്കളെന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, പിന്നെ മോളോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്, ബെല്ല്. ഓക്കെ. അപ്പം നമുക്ക് അല്ല മോളോ, നമ്മൾ യൂട്യൂബിലത്തെ പൈസ നമ്മളേക്ക് എടുക്കണത് ഈ ബട്ടർ. അപ്പം സഹോദരങ്ങളെ സഹോദരിമാരെ, ഞങ്ങളെ യൂട്യൂബിലത്തെ പൈസ അല്ല പറ്റൂല കേട്ടോ. ഇത് ചെറിയ പാത്രമല്ലേ മോളെ? മോളുസേ, ഇത് ചെറിയ പാത്രടോ, ഇതുകൊണ്ട് ഒത്തും നടക്കൂല. ഞാൻ വേറെ പാത്രം വേറെ എടുത്താ ഇത് നടക്കൂല. എന്ത് വേണ്ട, അത് നടക്കൂല. പടച്ചോനെ, കാണാൻ നല്ല റംഗ്, മച്ചിനെ പോലെ റംഗുണ്ട്. പക്ഷെ അമ്മച്ചി ഇതിലാകെ ഫേസ്ബുക്കത്തെ ഇൻസ്റ്റാഗ്രാമത്തെ അല്ലേ വരുള്ളൂ. ആയിക്കോട്ടെ. അപ്പം ഇനി വേറെ കാര്യമുണ്ട്. ഫേസ്ബുക്ക് ഇൻസ്റ്റേ വരുള്ളൂ. പിന്നെ നമുക്ക് ഏതാ വേണ്ടത്? യൂട്യൂബ് തൊട്ടാ പടച്ചോനെ. ഇത് ഫേസ്ബുക്കത്തായി, പിന്നെ ഇൻസ്റ്റ, യൂട്യൂബ്. ഇന്ന് എടുത്തോളി. ഫേസ്ബുക്കത്തെ പൈസ ഇതിക്ക് വരട്ടെ അങ്ങനെ ഇതാ വന്നുകൊണ്ട് ഇഷ്ടം പോലെ കുലുങ്ങിട്ട് വെച്ചാ. അതാ ഇൻസ്റ്റത്തെ എടുത്തോളി. യൂട്യൂബത്തെ ഐവാ മോളോ നുട്ടിയെ പൊന്തണില്ല, കൈകൊണ്ട് പിടിച്ചാൻ പറ്റണില്ല. പൈസ നിറഞ്ഞിട്ടടാ. ഇഷ്ടം പോലെ പൈസ. നമ്മളെ കഷ്ടകാലം മാറിക്കണു കേട്ടോ. അടിച്ചോ നമ്മൾ കഷ്ടകാലം മാറിക്കണ കേട്ടോ. എന്താ അല്ലേ, എനിക്കിത് താങ്ങാൻ വെക്കുവോ? ഇല്ലല്ലോ. എൻ്റെ പൊന്നാരൻ്റെ ചങ്ങായിമാരെ, ഈ പറഞ്ഞ വ്യക്തിനോടാ പറയണത്. ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആകെ 2 മാസമല്ലേ ആയിട്ടുള്ളൂ. ഇൻഷാ അള്ളാ ഞങ്ങൾക്ക് ഒരുപാട് സബ്സ്ക്രൈബൊക്കെ വന്ന്, ഞങ്ങളുടെ ഒരുപാട് പിന്നെ എന്തൊക്കെയോ കുന്തങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ വന്ന് കഴിഞ്ഞിട്ട് ഇത് അറിയാലോ, ഈ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം എങ്ങനെ പൈസ വരേണ്ടതെന്ന്, പൈസ വരണ്ടാത്തൊക്കെ അറിയാം. ഞാനും എൻ്റെ 2 പെൺമക്കളുള്ള ചാനൽ കുറച്ചായിട്ടുള്ളൂ, കുറച്ച് സബ്സ്ക്രൈബൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബൊക്കെ ആയി കഴിയുമ്പോൾ ഇൻഷാ അള്ളാ അത് ഓപ്പൺ ആകും. അപ്പോൾ പൈസയൊക്കെ വരാൻ തുടങ്ങും, ഞങ്ങൾ രക്ഷപ്പെടും. അപ്പം ഈ പറഞ്ഞ ആ വ്യക്തിക്ക് ഞാൻ അന്ന് ഇതിലേറെ നല്ല ഉഷാറായിട്ട് വീഡിയോ ഇട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഈ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങളെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ഒരുപാട് പൈസ കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എനിക്കൊന്നും പൈസ ഒന്നും വരാനായിട്ടില്ല. എൻ്റെ ഈ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാലോ എത്ര വ്യൂവേഴ്സ് കണ്ടു എന്നും, എത്ര ആൾക്കാർ ലൈക്ക് കണ്ടു എന്നും, എത്ര ആൾക്കാർ ഷെയർ ചെയ്തെന്നൊക്കെ നോക്കിയാലറിയാം എല്ലാവർക്കും. അപ്പോൾ ദയവ് വിചാരിച്ച് വേറെ ആൾക്കാരോട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാൻ ഈ പപ്പട കച്ചവടം, ഞാൻ ആ ചുങ്കത്ര അണ്ടിക്കുന്നുമെന്ന് കുറച്ച് പപ്പടം കൊണ്ടുവന്നിട്ട് 20 ഉറുപ്പ്യൻ്റെ പിന്നെ പാക്കറ്റായിട്ട് ഇങ്ങനെ വിറ്റ് നടക്കുകയാണ്. പപ്പട കച്ചവടം എന്ന് പറഞ്ഞാൽ ഇൻ്റർമീനിങ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അവരോടാണ് ഞാൻ പറയുന്നത്, ദയവ് വിചാരിച്ച് ഇൻ്റർമീനിങ് എടുത്താലും നമുക്ക് യാതൊരു കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം. നമ്മളെ ഈ നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞങ്ങാണ്ട് ഈ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ വന്നുങ്ങാണ്ട് കരയുന്ന താത്തമാരും ചേച്ചിമാരൊക്കെ ഉണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, ഇൻ്റർമീനിങ് എടുത്തുകൊണ്ട് നമ്മളെ പിന്നെ കമൻറ്റ് ബോക്സിൽ വേണ്ടാത്ത മെസ്സേജ് വിട്ട് വരുന്നവരോട് നിങ്ങളൊത്തും പറയാൻ പോകണ്ട. ആളെ ഓരോന്നും ബ്ലോക്കാക്കി ഇട്ടാൽ മതിയേ. പിന്നെ ഓര് വന്ന് പ്രശ്നം ഉണ്ടാക്കണില്ലല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ കരഞ്ഞ് പറയാൻ നിൽക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ധൈര്യം വേണം. നമുക്ക് ജീവിക്കണമെങ്കിൽ പെണ്ണാണോ ഭർത്താവില്ലാത്തതാണോ മുന്നോട്ട് പോകണമെങ്കിൽ ധൈര്യം നല്ലോണം കൊടുത്തേ പറ്റൂ. നമ്മൾ ഒരുമ്പെട്ടാൽ പെണ്ണൊരുമ്പെട്ടാൽ എന്ന് ചൊല്ലി കേട്ടിക്കണോ? ഇല്ലെങ്കിൽ ഞാൻ ഒരുമ്പെട്ടാൽ എല്ലാം നേടാൻ പറ്റും. അപ്പോൾ എനിക്കൊന്നും നേടണ്ട. ഈ ദുനിയാവല്ല എനിക്ക് വേണ്ടത്, ആഖിറ എന്ന് പറയുന്ന സംഭവമുണ്ട്, അവിടെ കിട്ടണം. അപ്പം ഇൻഷാ അള്ളാ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തൊക്കെയാ പറഞ്ഞു മോളൂസേ? ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്, ബെല്ല്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ.